കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. ബിജെപിക്ക് അക്കൗണ്ട് തുറക്കാൻ CPM പയറ്റിയ തന്ത്രമാണ് തൃശൂർ പൂരം കലക്കലെന്ന് NK പ്രേമചന്ദ്രൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ താൻ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. എന്നാൽ ആരും ഗൗരവകരമായി എടുത്തില്ല. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. കേരളത്തിലെ സകല നന്മകളെയും തകർത്തെറിയുന്ന ഭരണമാണ് പിണറായി വിജയൻ നടത്തിവരുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലഞ്ചേരിയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രേമചന്ദ്രൻ. ചരിത്രപരമായ മഹിമയും വിശ്വാസപരമായ പാരമ്പര്യവുമുള്ള തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിക്കൊണ്ട് BJPക്ക് മുതലെടുക്കാനുള്ള അവസരം CPMന്റെ നേതൃത്വത്തിൽ, പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ബോധപൂർവമായി ഒരുക്കിക്കൊടുത്തതിന്റെ ഫലമാണ് തൃശൂരിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ധാരണയുടെ അനന്തരഫലമാണ് തൃശൂർ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി BJPയുടെ സ്ഥാനാർത്ഥിയായി വിജയിച്ചതെന്ന് വ്യക്തമായി ഞങ്ങൾ സൂചിപ്പിച്ചു. അന്ന് ഗൗരവത്തോടുകൂടി എടുക്കാൻ ആരും തയ്യാറായില്ല. ഇപ്പോൾ CPIയുടെ സംസ്ഥാന നേതൃത്വം പോലും അവിടെ മത്സരിച്ച VS സുനിൽകുമാർ അടക്കം പാർട്ടിയുടെ CPIയുടെ സംസ്ഥാന നേതാക്കന്മാർ ശ്രീ പ്രകാശ് ബാബു ഉൾപ്പെടെയുള്ളവർ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം, സമഗ്രവും നിഷ്പക്ഷവും നീതിപൂർവകമായിട്ടുള്ള അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ മുറവിളി ഉയർത്തുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തൃശൂർ പൂരത്തിന്റെ മഹിമ, പാരമ്പര്യം, പൈതൃകം രാജ്യാന്തര രംഗത്ത് പോലും ശ്രദ്ധേയമായിട്ടുള്ള കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവത്തിന്റെ ഉദാത്തമായ ഉദാഹരണമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തൃശൂർ പൂരം ബോധപൂർവമായി അലങ്കോലപ്പെടുത്തുക. KPCC മുൻ ഉപാധ്യക്ഷൻ ഭാരതിപുരം ശശി പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടകളിൽ അരിയില്ല, റേഷൻ കട തുറന്നു വെച്ചിട്ടില്ല. റേഷൻ കടക്കാർ ഇപ്പൊ കൂട്ടുക, ഇപ്പൊ ബ്ലാക്ക് അരിക്ക് അരി എല്ലാവരും അങ്ങനെ ബ്ലാക്കിൽ ഇരിക്കുന്നത്. റേഷൻ കടകളിൽ അരിയില്ല, ആളുകൾ ബുദ്ധിമുട്ടുന്നു. നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു. ഈ ഓണക്കാലമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ആളുകൾ. തൊഴിലില്ലായ്മ വളരെ ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ആളുകൾ മുഴുവൻ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒരു വീട്ടിലും ചെറുപ്പക്കാരില്ല. പ്രായമായ ആളുകൾക്ക് രാത്രിയിൽ ഒരു അസുഖം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ വീടുകളിൽ നിന്ന് വിളിക്കും, മോനെ മോനെ പറഞ്ഞ് അടുത്ത വീട്ടിലെ പയ്യനെ വിളിക്കും. അവൻ്റെ കൂട്ടുകാരുമായിട്ട് ഓടി വന്ന് ആംബുലൻസ് വിളിച്ച് അല്ലെ വണ്ടി വിളിച്ച് അവരെ കെട്ടിക്കൊണ്ടു പോകും. ഇപ്പൊ ഈ വിളിക്കുന്ന വൃദ്ധനേക്കാളും വാർദ്ധക്യമുള്ള ആളാണ് ഞാൻ വീട്ടിൽ കിടക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തോയിത്തല മോഹൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സൈമൺ അലക്സ്, ഏരൂർ സുഭാഷ്, അഞ്ചൽ സോമൻ, അമ്മിണി രാജൻ, PB വേണുഗോപാൽ, ഗീവർഗീസ്, സാബു എബ്രഹാം, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.